സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആരുടെ രചനയാണ് എൻ്റെ എംബസി കാലം? എൻ്റെ എംബസി കാലം എന്നത് ആരുടെ രചനയാണ്? എം മുകുന്ദനാണ്. എം മുകുന്ദന്റെ കൃതിയാണ് എൻ്റെ എംബസി കാലം എന്നത്. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് ഏതാണ്? പ്രസാർ ഭാരതിയുടെ OTT ആപ്പാണ് വേവ്സ്. വേവ്സ് എന്നത് പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് ആണ്. ഏത് സംഘടനയാണ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ 2024 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? SOWC. ഏത് സംഘടനയാണ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ 2024 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് ആണ്. UNICEF. യുണിസെഫ് ആണ് SOWC റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. യുണിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. 2024 ആഗോള നേച്ചർ കൺസർവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ആഗോള നേച്ചർ കൺസർവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 ആണ്. അപ്പോൾ 2024 ആഗോള നേച്ചർ കൺസർവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ് എന്ന് ചോദിച്ചാൽ എത്രാമത്തേതാണ്? 176ാമത്തെ സ്ഥാനമാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ മിസൈൽ എന്ന് അവകാശപ്പെടുന്ന ഹോസോങ് 19 വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ മിസൈൽ എന്ന് അവകാശപ്പെടുന്ന ഹോസോങ് 19 വിജയകരമായിട്ട് പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഉത്തര കൊറിയയാണ്. ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ പുതിയ മേധാവി ആരാണ്? ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ പുതിയ മേധാവിയാണ് പരമേശ് ശിവമണി. പരമേശ് ശിവമണിയാണ് ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ മേധാവി. പരമേശ് ശിവമണി. 50ാം വാർഷികം ആഘോഷിച്ച എം മുകുന്ദന്റെ നോവൽ ഏതാണ്? 50ാം വാർഷികം ആഘോഷിച്ച എം മുകുന്ദന്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആരുടെ നോവലാണ്? എം മുകുന്ദന്റെ നോവലാണ്. പ്രത്യേകത എന്താണ്? 50ാമത്തെ വാർഷികം ആഘോഷിച്ച എം മുകുന്ദന്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ചതിന്റെ എത്രാം വാർഷികമാണ് 2024 നവംബർ 26 ആചരിച്ചത്? 75ാമത്തെ വാർഷികമാണ്. ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ചതിന്റെ 76ാമത്തെ വാർഷികമാണ് 2024 നവംബർ 26 ആചരിച്ചത്. 75ാമത്തെ വാർഷികം. ഇന്ത്യയിലെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടീച്ചർ ആപ്പ്. ആപ്പിന്റെ പേര് ടീച്ചർ ആപ്പ്. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് രൺധീർ സിംഗ്. രൺധീർ സിംഗ് ആണ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. രൺധീർ സിംഗ്. റോഡ് സുരക്ഷാ കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ ആണ്. നിതിൻ അഗർവാൾ റോഡ് സുരക്ഷാ കമ്മീഷണർ. നിതിൻ അഗർവാൾ. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പുറത്തായ കായിക ഇനങ്ങൾ ഏതൊക്കെയാണ്? 2026 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പുറത്തായ കായിക ഇനങ്ങൾ ഷൂട്ടിംഗ്, ഹോക്കി, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഗുസ്തി, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ട്രയാത്ലൺ, അമ്പെയ്ത്ത്.
9 കായിക ഇനങ്ങളാണ് 2026 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. അവ ഏതൊക്കെയാണ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഷൂട്ടിംഗ്, ഹോക്കി, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഗുസ്തി, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ട്രയാത്ലൺ, അമ്പെയ്ത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയെ സഹായിക്കാനായി ഗൂഗിൾ ഹൈപ്പർ ലോക്കൽ വായു ഗുണനിലവാര വിവരങ്ങൾ നൽകാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനം. എയർവ്യൂ പ്ലസ് ആണ്. എയർവ്യൂ പ്ലസ് ഇന്ത്യയെ സഹായിക്കാനായിട്ട് ഗൂഗിൾ ഹൈപ്പർ ലോക്കൽ വായു ഗുണനിലവാര വിവരങ്ങൾ നൽകാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് എയർവ്യൂ പ്ലസ്. എയർവ്യൂ പ്ലസ് സർക്കാർ അടുത്തിടെ ആരംഭിച്ച വിഷൻ പോർട്ടലിന്റെ പ്രാഥമിക ലക്ഷ്യം. സർക്കാർ അടുത്തിടെ ആരംഭിച്ച വിഷൻ പോർട്ടലിന്റെ പ്രാഥമിക ലക്ഷ്യമാണ് വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയിലൂടെ അധസ്ഥിതരായ യുവാക്കളെ ശാക്തീകരിക്കൽ. ഇപ്പോൾ വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയിലൂടെ അധസ്ഥിതരായ യുവാക്കളെ ശാക്തീകരിക്കാൻ സർക്കാർ അടുത്തിടെ ആരംഭിച്ച പോർട്ടലാണ് വിഷൻ. പോർട്ടലിന്റെ പേര് വിഷൻ. ലക്ഷ്യം മനസ്സിലാക്കി വയ്ക്കുക. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയിലൂടെ അധസ്ഥിതരായ യുവാക്കളെ ശാക്തീകരിക്കാൻ സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് വിഷൻ. 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ഉപമന്യു ചാറ്റർജിയാണ്. ഉപമന്യു ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ നോവലായ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. അപ്പോൾ 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? ഉപമന്യു ചാറ്റർജിയാണ്. അദ്ദേഹത്തിൻ്റെ നോവലായ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. അടുത്തത്, ഡോങ്ഫെങ് 100 ഏതു രാജ്യത്തിൻ്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്? ഡോങ്ഫെങ് 100 എന്നത് ഏത് രാജ്യത്തിൻ്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്? ചൈനയുടേതാണ്. മിസൈലിൻ്റെ പേര് ഡോങ്ഫെങ് 100. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷര മ്യൂസിയം. എവിടെയാണ്? കോട്ടയമാണ്. കോട്ടയത്ത് അക്ഷര മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം, അക്ഷര മ്യൂസിയം. കുടുംബശ്രീ പ്രീമിയം കഫേ ആരംഭിക്കുന്നത് എവിടെയാണ്? കുടുംബശ്രീ പ്രീമിയം കഫേ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമ ഏതാണ്? 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമയാണ്. സിനിമയുടെ പേര് ടോക്സിക്. സംവിധാനം ആരാണ്? സൗലെ ബ്ലിയുവൈറ്റ് ആണ്. സൗലെ ബ്ലിയുവൈറ്റ്. സിനിമയുടെ പേര് ടോക്സിക് എന്നാണ്. സിനിമ സംവിധാനം ചെയ്തതാരാണ്? സൗലെ ബ്ലിയുവൈറ്റ്. ഇപ്പോൾ 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമയായ ടോക്സിക് സംവിധാനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സൗലെ ബ്ലിയുവൈറ്റ് ആണ്. അപ്പോൾ സുവർണ മയൂരം നേടിയത് ടോക്സിക് ആണ്. സംവിധാനം ചെയ്തത് സൗലെ ബ്ലിയുവൈറ്റ് ആണ്. ഏത് സിനിമയാണ്? ലിത്വാനിയൻ സിനിമയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ കെ-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കെ-ഫോൺ ആണ്. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് കെ-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. പദ്ധതിയുടെ പേര് കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. പദ്ധതി നടപ്പിലാക്കുന്നത് കെ-ഫോൺ ആണ്. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം.
കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. ഭാഷയുടെ വേർതിരിവ് മാറ്റാനായി വോയിസ് ക്ലോണിംഗ് സംവിധാനം അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ്. വോയിസ് ക്ലോണിംഗ് സംവിധാനം അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ്. ഭൂഗർഭ ജലവിനിയോഗത്തിന്റെ സമഗ്ര വിവരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടൽ. ഭൂഗർഭ ജലവിനിയോഗത്തിന്റെ സമഗ്ര വിവരങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടലിന്റെ പേരാണ് ഭൂനീർ. പോർട്ടലിന്റെ പേര് ഭൂനീർ. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ് 3. ദൗത്യം പ്രോബ് 3. ഇന്ത്യയിൽ നിന്ന് പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആദ്യ വിദേശ രാജ്യം അർമേനിയയാണ്. ഇന്ത്യയിൽ നിന്ന് പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ വിദേശ രാജ്യമാണ് അർമേനിയ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മസാറ്റോ കാണ്ടയാണ്. മസാറ്റോ കാണ്ട. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എത്രാമത്തെ പ്രസിഡന്റാണ് മസാറ്റോ കാണ്ട? 11ാമത്തെ പ്രസിഡന്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ എവിടെയാണ്? ലഡാക്കിൽ ലേയിലാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ലഡാക്കിലെ ലേയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. ചൈനയിലാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. 1975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കി ജനുവരി 17 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് എമർജൻസി. എമർജൻസി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് കങ്കണ റണാവത്ത് ആണ്. 1975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കി കങ്കണ റാവത്ത് സംവിധാനം ചെയ്ത ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? എമർജൻസി ആണ്. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത് കൊല്ലത്താണ്. എവിടെയാണ്? കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് മൊഹാലിയാണ്. പഞ്ചാബിലെ മൊഹാലിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി 6ാം പതിപ്പിന്റെ വേദി. ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി 6ാം പതിപ്പിന്റെ വേദി കോവളമാണ്. 50 അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം. 50 അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാണ് ബാലാദേവി. 2024 നവംബറിൽ വിരമിച്ച ടെന്നീസ് താരം. 2024 നവംബറിൽ വിരമിച്ച ടെന്നീസ് താരം റാഫേൽ നദാലാണ്. ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ EMC ഇന്ത്യയിലെയും റഷ്യയിലെയും ഏത് 2 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു? ചെന്നൈയെയും വ്ളാഡിവോസ്റ്റോക്കിനെയുമാണ് ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ ബന്ധിപ്പിക്കുന്നത്. ചെന്നൈയെയും വ്ളാഡിവോസ്റ്റോക്ക്. ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് 2024 നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് 2024 നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. സോയിൽ കോൺഫറൻസ്. മാലദ്വീപിൽ നടന്ന 15ാമത് ലോക ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഭിന്നശേഷിക്കാർക്ക്
കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ വിദ്യാംഗ് പുരസ്കാരം ലഭിച്ചത് അനന്യ വിജേഷിനാണ്. ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അനന്യ വിജേഷ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി 2024 ജേതാക്കൾ ഇന്ത്യയാണ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി 2024 ജേതാക്കൾ ആരാണ്? ഇന്ത്യ. ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തിമോർ ലെസ്റ്റെയും കോമറോസുമാണ്. തിമോർ ലെസ്റ്റെ, കോമറോസ് എന്നീ രാജ്യങ്ങളാണ് ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ. തിമോർ ലെസ്റ്റെ, കോമറോസ്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് പൊഖാറയാണ്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് പൊഖാറ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ വ്യക്തി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പോയിന്റ് നെമോയാണ്. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവ്. ഗാരി കാസ്പറോവ്. 2025 ലോക കാലാവസ്ഥ ഉച്ചകോടി വേദി ബെലേൻ ദോ പാരയാണ്. ബ്രസീലില് ബെലേൻ ദോ പാരയാണ് 2025 ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി. ബ്രസീലില് ബെലേൻ ദോ പാര. 2024 ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം. ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 31. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നാണ്. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. ലോകത്താദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയത് ജപ്പാനാണ്. ജപ്പാൻ. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ടിലാണ്. അവസാനത്തെ ചോദ്യമാണ് ഈ ക്ലാസ്സിലെ. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. റോക്കറ്റ് ഏതാണ്? SR-75. പ്രത്യേകത എന്താണ്? മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ജർമ്മനി. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.